ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഒരു ഡൗട്ടാണ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ BA, BSW, BCom, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ തുടക്കക്കാരായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഉള്ള ഒരു ഡൗട്ടാണ് എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞാൽ ഇത് പാസ്സാവോ എന്നിങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എക്സാം എങ്ങനെ, അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് വരെയുള്ള ഒരു സ്റ്റെപ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ടത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോഴ്സുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ സിമിലർ അല്ല. അതായത് ചില പേപ്പേഴ്സിന് മാത്രമേ ഈ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ പേപ്പേഴ്സും ഓൾമോസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ സിമിലർ ആണ്. മിക്കവാറും ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക് എന്ന രീതിയിൽ essay ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ ഈ ഒരു essay ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ 500 വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. അതായത് 5 പുറമെങ്കിലും നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. അപ്പോൾ എക്സാം എഴുതുന്ന കുട്ടികൾ ആദ്യം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതേണ്ടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയുന്നതായിരിക്കും. ടോട്ടൽ 100 മാർക്കിനോ അല്ലെങ്കിൽ 50 മാർക്കിനോ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 100 മാർക്കിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത് എങ്കിൽ 35 മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് വരുന്നത്. ഇനി അത് 50 മാർക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. ഇനി 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മണിക്കൂറാണ് എക്സാം ടൈം വരുന്നത്. ഇനി അത് 50 മാർക്കാണെങ്കിൽ 2 മണിക്കൂറായിരിക്കും. അപ്പോൾ കുട്ടികൾ ആൻസർ എഴുതുന്ന സമയത്ത്, ഇപ്പോൾ എസ്സേയുടെ ഒക്കെ ആൻസർ എഴുതുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തിരിക്കണം. പിന്നെ കണ്ടന്റ്, കൺക്ലൂഷൻ, ഇങ്ങനെയുള്ളൊരു 3 പാർട്ട് നിങ്ങളുടെ എസ്സേയിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നീറ്റായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ലൈനായിട്ട് അത് വെട്ടിക്കളയുക, ഡാർക്ക് ആക്കിയിട്ട് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഒരു essay ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിലൊരു മെയിൻ ഹെഡിങ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കണ്ടൻസിനൊക്കെ സബ് ഹെഡിങ്ങുകളും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അത് ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാറ്റേണിനെ പറ്റിയിട്ടും അതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള ഉത്തരങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.